ದಾಪಕ್ಲು ಸಮೀಪದ ಕೊಟ್ಟಮುಡಿಯಲ್ಲಿರುವ ಮರ್ಕಜುಲ್ ಹಿದಾಯ ವಿದ್ಯಾಸಂಸ್ಥೆ ವತಿಯಿಂದ ಕೊಡಗು ಜಿಲ್ಲಾ ಎಸ್ವೈಎಸ್ ಹಾಗೂ ಎಸ್ಎಸ್ಎಫ್ ಸಂಘಟನೆಗೆ ನೂತನವಾಗಿ ಆಯ್ಕೆಗೊಂಡ ಪದಾಧಿಕಾರಿಗಳಿಗೆ ಸನ್ಮಾನ ಮಾಡಲಾಯಿತು. ಮರ್ಕಜ್ನ ಉಪಾಧ್ಯಕ್ಷರಾದ ಮೊಯ್ದು ಕುಟಿ ಹಾಜಿ ಕೊಳಕೇರಿ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮವನ್ನು ಮರ್ಕಜ್ ಪಬ್ಲಿಕ್ ಶಾಲೆ ಅಧ್ಯಕ್ಷರು ಹಾಗೂ ಕರ್ನಾಟಕ ಮುಸ್ಲಿಂ ಜಮಾತ್ನ ಜಿಲ್ಲಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾದ ಮೊಹಮ್ಮದ್ ಹಾಜಿ ಕುಂಜಿಲ್ ಅವರು ಉದ್ಘಾಟಿಸಿ ಮಾತನಾಡಿದರು. ಅವರ ನೇತೃತ್ವದಲ್ಲಿ ಮುಸ್ಲಿಂ ಜಮಾಯತಿನ ಎಸ್ಒಎಸ್ನ ಪದಾಧಿಕಾರಿಗಳೊಂಡ ಒಂದು ತಂಡವೇ ಇದೆ. ಅದೇ ರೀತಿ ವಿರಾಜಪೇಟೆಯಲ್ಲಿ ಅನ್ವಾರುಲ್ ಹಿದಾ ಇರ್ಬೋದು, ಅದೇ ರೀತಿ ನೆಲ್ಲುದಿಕೇರಿಯಲ್ಲಿ ನಡೆಯುತ್ತಿರುವ ನಮ್ಮ ವಿದ್ಯಾಸಂಸ್ಥೆಯರು ಇರ್ಬೋದು, ಇನ್ನಿತರ ಯಾವುದೇ ವಿದ್ಯಾಸಂಸ್ಥೆಗೆ ಅದರ ಹಿಂದೆ ಇರುವ ಒಂದು ಶಕ್ತಿ ಸಂಘಟನೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಈಗಾಗಲೇ ನಮಗೆ ಎಸ್ಒಎಸ್ಗೆ ಮತ್ತು ಎಸ್ಎಸ್ಎಫ್ಗೆ ಒಳ್ಳೆಯ ತಂಡವನ್ನು ನಮ್ಮ ಎಸ್ಒಎಸ್ ಮತ್ತು ಎಸ್ಎಸ್ಎಫ್ನ ಜಿಲ್ಲಾ ಕೌನ್ಸಿಲ್ಗಳು ಕೊಟ್ಟಿದ್ದಾರೆ. ಅವರು ನಮ್ಮ ಮರ್ಕಜ್ ನಂತ ವಿದ್ಯಾಸಂಸ್ಥೆಗೆ ನೀವೆಲ್ಲರೂ ನಮಗೆ ಒಳ್ಳೆಯ ಬೆನ್ನೆಲುಬಾಗಿ ನಿಲ್ಲಬೇಕು ಅಂತ ಕೇಳಿಕೊಳ್ತೇನೆ. ನಮ್ಮ ಗೆಲುವಿಗೆ ನಮ್ಮ ಸಂಘಟನೆಯ ಶಕ್ತಿಯನ್ನು ನೀವು ನಮ್ಮ ಜೊತೆ ಸೇರಿ ನಮ್ಮ ಸಂಸ್ಥೆಯಲ್ಲಿ ಇನ್ನು ಹಾಕುವ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಿಗೂ ನೀವು ಸಹಾಯವನ್ನು ಮಾಡಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ, ಸಹಾಯ ಅಂತ ಹೇಳಿದ್ರೆ ಧನ ಸಹಾಯ ಅಲ್ಲದಿದ್ದರೂ ಸಂಘಟನಾ ಶಕ್ತಿಗೆ ಒಂದು ಸಹಾಯ ಇದೆ. ಆ ಸಹಾಯವನ್ನು ನೀವೆಲ್ಲರೂ ಕೊಟ್ಟು ನಮ್ಮ ಕೊಡಗಿನಲ್ಲಿರುವ ಎಲ್ಲ ಸುನ್ನತ ಜಮಾಯತಿನ ವಿದ್ಯಾಸಂಸ್ಥೆಗಳನ್ನು ಅಭಿವೃದ್ಧಿಗೊಳಿಸಲು ಸಹಾಯವನ್ನು ನೀಡಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ, ಇಲ್ಲ ಎಸ್ವೈಎಸ್ನಿಂದ ಬೆಳೆದು ಈ ತನಕ ಈಗ ಕೊಡಗು ಕರ್ನಾಟಕ ಮುಸ್ಲಿಂ ಜಮಾಯತಿನ ಸದಸ್ಯರಾಗಿಯೂ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೀವಿ. ಆವಾಗ ಅದನ್ನು ಮರೆತು ಯಾವಾಗಲೂ ಹೋಗಲು ಸಾಧ್ಯವಿಲ್ಲ. ಆದರೆ ಈ ಸಂಘಟನೆಯ ನೇತಾರಗಳಿಗೆ ಹಾಗೂ ಈ ಸಂಘಟನೆಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಿಗೂ, ವೇದಿಕೆಗಳ ಗಣ್ಯರಿಗೂ, ವಿದ್ಯಾರ್ಥಿಗಳಿಗೂ ಎಲ್ಲರಿಗೂ ಈ ಒಂದು ಸಮಾರಂಭದ ವೇದಿಕೆಯ ಮರ್ಕಜುಲ್ ಹಿದಾಯ ವಿದ್ಯಾಸಂಸ್ಥೆಯ ವ್ಯವಸ್ಥಾಪಕರಾದ ಇಸ್ಮಾಯಿಲ್ ಸಕಾಫಿ ಕೊಂಡಂಗೇರಿ, ಮರ್ಕಜ್ ಹಿದಾಯ ಕಾರ್ಯದರ್ಶಿ ಯೂಸುಫ್ ಹಾಜಿ ಕೊಂಡಂಗೇರಿ, ಎಸ್ವೈಎಸ್ ಜಿಲ್ಲಾಧ್ಯಕ್ಷ ಮುನೀರ್ ಮಲ್ಹರಿ, ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಯಾಕೂಬ್ ಮಾಸ್ಟರ್, ಎಸ್ವೈಎಸ್ ಜಿಲ್ಲಾಧ್ಯಕ್ಷ ಕಮರುದ್ದೀನ್ ಅನ್ಸಾರಿ ಸಕಾಫಿ, ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಜುನೈದ್ ಅಂಬತ್ತಿ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ದೇಶಿಸಿ മാതനാടിದರು. കിട്ടുന്ന ചെറിയ ഒരു ഉദാഹരണം ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ഒരു അത്ഭുതപ്പെട്ടു പോയി ഉസ്താദിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്. ഉസ്താദ് നമുക്കറിയാം, മഹീസുന്ന പന്മള ഉസ്താദ് ഇന്ന് സമസ്തയിൽ ഏറ്റവും അറിയപ്പെട്ട പ്രഗത്ഭരായ പണ്ഡിതരും ആയിരക്കണക്കിന് ഇന്നിപ്പോൾ ഉസ്താദ് നസാത്തീദ് എന്ന് പറയാൻ മാത്രം ഉള്ള ബഹുമാനപ്പെട്ട മഹീസുന്ന പന്മള ഉസ്താദ് ദർസ് രംഗത്ത് പണ്ട് മുതൽക്ക് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട പണ്ഡിതനാണ്. അപ്പോൾ ഉസ്താദിൻ്റെ സംഘടനാ പ്രവർത്തനം, ഉസ്താദ് മുസ്ലിം ജമാഅത്ത് ഇപ്പോൾ വന്നതെങ്കിലും നേരത്തെ എസ്വൈഎസിൻ്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ തുടങ്ങി മലപ്പുറം ജില്ല, നേരത്തെ ജംഇയ്യത്തുൽ ഉലമയിലൊക്കെ പ്രവർത്തിച്ച് ഉസ്താദായിരുന്നു മലപ്പുറം ജില്ലയിൽ സംഘടനാ തലങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നുള്ളത്. മുഹമ്മദ് ഹാജിക്കയും അതേപോലെ ഇസ്മായിൽ സഖാഫി ഉസ്താദും പറഞ്ഞത്, സ്ഥാപനം ഏത് സമയത്തും സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കേന്ദ്രമാണ്. അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ സമയത്തും എസ്വൈഎസിൻ്റെയും എസ്എസ്എഫിൻ്റെയും പ്രവർത്തകർ, നമുക്കറിയാം മർക്കസ് എന്ന് പറയുന്നത് സംഘടനയുടെ ഒരു മർക്കസാണ്, കേന്ദ്രമാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളാൽ കഴിയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഇൻഷാ അല്ലാഹ് സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ്. കേട്ടപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരാനന്ദം തോന്നി. അള്ളാഹു വൻ വിജയമാക്കി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മുതാലിം സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മലപ്പുറം ജില്ല മുതൽ ഇങ്ങ് കൊടകിൻ്റെ അറ്റം വരെയുള്ള മുതാലിമ്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാ നിലക്കും, യൂണിറ്റുകളിലായാലും സെക്ടറുകളിലായാലും സർക്കിളുകളിലായാലും ഒക്കെ നിങ്ങൾ പ്രവർത്തന രംഗത്ത് സജീവമായി ഇറങ്ങണം. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് ഊർജിതപ്പെടുത്തേണ്ടത്. ആ പ്രവർത്തനത്തിൽ മന്ദഗതി വരുമ്പോഴാണ് പല
ചിന്താഗതിക്കാരും അതിൽ കടന്നു വരുന്നത് അള്ളാഹു അവരെ ഷറിൽ നിന്ന് സംഘടനയും സുന്നത്ത് ജമാഅത്തിനെയും കാത്തുരക്ഷിക്കട്ടെ. വലിയ വലിയ നേതൃത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ ഉലമ ഉമറ നേതാക്കളാണ്. എനിക്കൊരു വാക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു വിഷയം ഓർക്കേണ്ടത്, നമ്മുടെ നേതൃത്വം ആരുടെ നേതൃത്വത്തിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ്. കാരണം നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്തഫ നേതാവ് വെറും ഒരു ഡിസ്ട്രിക്റ്റിനോ അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ഒരു കൂടാൻ പറ്റിയതിൽ വലിയ സന്തോഷമാണ്. അല്ലാഹു തആല ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. ജില്ലയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസ്ഥാനമായ SSFൻ്റെ നേതൃസ്ഥാനം വഹിച്ചപ്പോൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലെങ്കിലും ഉസ്താദുമാരൊക്കെ ഏറ്റെടുപ്പിച്ചപ്പോൾ ഏറ്റെടുത്തു. നല്ല നിലക്ക് പൂർത്തിയാക്കാനും സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്തായ നിലക്ക് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെയൊക്കെ ಆತ್ಮಾರ್ಥമായ ದುಆಯಿലുണ്ടാകണം. ಆ ಒಂದು ನೇತೃತ್ವ ಸ್ಥಾನ ಆಗಿರುತ್ತದೆ ಎಂಬಂತಹ ಒಂದು ವಿಷಯ ಎಲ್ಲರಿಗೂ ಕೂಡ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗಿರುವಂತಹದ್ದೇ. ಅಂತಹ ಆಧುನಿಕ ಸಕಾಲಿಕವಾಗಿರುವಂತಹ ವಿಚಾರಧಾರೆಗಳನ್ನು ಜನರಿಗೆ, ಸಾಮಾನ್ಯ ಜನರಿಗೆ ತಿಳಿಯಪಡಿಸುವಂಥ ಒಂದು ಕೆಲಸ ಖಂಡಿತವಾಗಿ ನಮ್ಮ ವಿದ್ಯಾರ್ಥಿ ಮಿತ್ರರ ಮುಖಾಂತರ ಸಾಧ್ಯವಾಗುತ್ತದೆ. ಅಂತಹ ಒಂದು ಕೆಲಸ ಸಂಘಟನೆ ಮುಖಾಂತರ ನಮ್ಮಂತಹ ಸಾಮಾನ್ಯ ವ್ಯಕ್ತಿಗಳಿಗೆ ಸಂಘಟನೆಯಂತಹ ಪಾಠಗಳನ್ನು ಹೇಳಿಕೊಡುತ್ತದೆ. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಬೆನ್ನು ತಟ್ಟಿ ನಮ್ಮನ್ನು ಪ್ರೋತ್ಸಾಹಿಸಿ ಸಾಂಘಿಕ ವಿಷಯದಲ್ಲಿ ಮತ್ತಷ್ಟು ನಮಗೆ ಉತ್ತೇಜನವನ್ನು, ಮತ್ತಷ್ಟು ಮೈಲೇಜನ್ನು ಕೊಡುವಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮವಾಗಿದೆ ಇದು. ಇನ್ಶಾಅಲ್ಲಾ ಈ ಒಂದು ಅಭಿನಂದನಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಕರ್ನಾಟಕ ರಾಜ್ಯ ಸುನ್ನಿ ಯುವಜನ ಸಂಘಂ ಇದರ ಕೊಡಗು ಜಿಲ್ಲಾ ಘಟಕದ ಸರ್ವ ರೀತಿಯ ಶುಭಕಾಮನೆಗಳನ್ನು ಅರ್ಪಿಸುತ್ತಾ ചരിത്രമുണ്ട്. പൊന്മള ഉസ്താദിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്കും ഒരു ആവേശമുണ്ടായിരുന്നു. ഈ സംഘടനയിൽ ചെറിയ നിലക്കെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാ, മർക്കസ് ഉസ്താദ് പറഞ്ഞതുപോലെ എപ്പോഴും ഒരു തുറന്ന പുസ്തകമായിട്ടാണ് കഴിഞ്ഞ ഒരുപാട് കാലം സംഘടനയ്ക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നടന്ന ഓരോ പരിപാടികളും. ഇപ്പോൾ നേരത്തെ ജില്ലാ പ്രസിഡന്റ് നടത്തിയതുപോലെ ഇതേ വരുന്ന 29-ാം തീയതി ദഅവ വിദ്യാർത്ഥികളെ ആസ്പദമാക്കി നടക്കുന്ന ദഅവ സെൻസോറിയം, ഇതുമായി ബന്ധപ്പെട്ട് ഉസ്താദിനെ സമീപിച്ചപ്പോഴും എല്ലാവിധ സന്തോഷങ്ങൾ അർപ്പിക്കലോടുകൂടി, സാധാരണ ഏത് പരിപാടി നടത്തുമ്പോഴും നമ്മോട് പറയുമ്പോൾ തന്നെ നമുക്കൊരു സംശയം ഉണ്ടാവും, പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയാണല്ലോ എന്ന് പറയുമ്പോൾ. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ SYS ಹಾಗೂ SSF ಕೊಡಗು ಜಿಲ್ಲಾ ಸಮಿತಿಗೆ ನೂತನವಾಗಿ ಆಯ್ಕೆಗೊಂಡ ಪದಾಧಿಕಾರಿಗಳಿಗೆ ಸೈಯದ್ ಜಾಫರ್ ಸಾದಿಕ್ ತಂಗಳ್ ಕುಂಬೋಲ್ ಅವರು ಸ್ಮರಣಿಕೆ ನೀಡಿ ಗೌರವಿಸಿದರು. ಈ ಸಂದರ್ಭ ಮರ್ಕಜ್ ಸಂಸ್ಥೆ ಆಡಳಿತಾಧಿಕಾರಿ ಹಮೀದ್ ಕಬಡಕೇರಿ, ಅದ್ದು ಹಾಜಿ ನಾಪಕ್ಲು, ಹಾದಿಯಾ ಉಸ್ತುವಾರಿ ಅಬ್ದುಲ್ ಸಲಾಂ ಇರ್ಫಾನಿ, ಮರ್ಕಜ್ ದುವಾ ಕಾಲೇಜು ಪ್ರಾಂಶುಪಾಲರಾದ ಹುಸೈನ್ ನೂರಾನಿ ಮತ್ತಿತರ ಪ್ರಮುಖರು ಪಾಲ್ಗೊಂಡಿದ್ದರು. ಕೊಡಗು ಚಾನಲ್ ನ್ಯೂಸ್, ಜಕರಿಯಾ, ನಾಪಕ್ಲು. നമ്മുടെ സ്ഥാപനത്തിന്റെ സദൃസ്ഥാനം ജനറൽ സെക്രട്ടറി ട്രഷറർ നവാസ് മദനി ഉസ്താദ്, SYS ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ട്രഷറർ നവാസ് മദനി ഉസ്താദ്,